നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. IPL 60 കളികൾ കഴിഞ്ഞു. ഇതുവരെ ഒരു ടീമും ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയിട്ടില്ല. 100% ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ശരിയാണ്, RCBയും GTയും ഒക്കെ ക്വാളിഫിക്കേഷൻ്റെ വക്കീലാണ്. വക്കീലാണ്, അങ്ങോട്ട് കടന്നിട്ടില്ല. അതാണ് ഇത്തവണത്തെ IPL ഏറ്റവും വലിയ പ്രത്യേകത. ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. IPL അവസാന ലീഗ് സ്റ്റേജിൽ അവസാന വീക്കിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഒരു ടീം പോലും ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയിട്ടില്ല. ഇപ്പോഴും 7 ടീമുകൾ അല്ല 8 ടീമുകൾ ക്വാളിഫിക്കേഷൻ സ്വപ്നം കണ്ട് നിൽപ്പാണ്. RCB 12 കളി 16 പോയിന്റ്, ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് ആണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ആയി. GT 13 കളി 16 പോയിന്റ്, ഇന്നലെ പൊട്ടി, അതുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ വൈകുന്നത്. SRH 12 കളി 14 പോയിന്റ് മൂന്നാമത്, PBKS 12 കളി 13 പോയിന്റ് നാലാമത്. തീർന്നില്ല, 11 കളി 12 പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് ഉണ്ട് 5-ാം സ്ഥാനത്ത്. ഒരു കളി കുറച്ച് കളിച്ച് അവർ ജയിച്ചാൽ അവരാകും ആ 14 പോയിന്റുമായിട്ട് ഒരുപക്ഷെ മുന്നോട്ടേക്ക് കടക്കുക. അത് നെറ്റ് റൺ റേറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നനുസരിച്ചിരിക്കും. CSK 12 കളി 12 പോയിന്റ്, സ്റ്റിൽ പ്രതീക്ഷകളുണ്ട്. പക്ഷെ അവരുടെ കളി മാത്രം ജയിച്ചാൽ പോരാ, മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി നോക്കണം. KKR ഇന്നലത്തെ വിജയം 12 കളി 11 പോയിന്റ്, അവർക്കും പ്രതീക്ഷകൾ ജ്വലിപ്പിക്കാനായിട്ടുണ്ട്. DC 12 കളി 10 പോയിന്റ്, സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും ഇപ്പോഴും സാധ്യത അവർ സ്വപ്നം കാണുന്നു. MIയും LSTയും മാത്രമാണ് പുറത്തായതെന്ന കാര്യം നോക്കുക. അപ്പോൾ അതിനിർണായകമായൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇന്നത്തെ കളികൾ രണ്ടും അതിനിർണായകമാണ്. അത് ഈ കളിക്കുന്ന ടീമുകൾക്ക് മാത്രമല്ല, പുറത്ത് 4-ാം സ്ഥാനത്തിന് പുറത്ത് നിൽക്കുന്ന ടീമുകൾക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ആദ്യ മത്സരം ഉച്ചതിരിഞ്ഞ് 3:30 PBKSും RCBയും തമ്മിലാണ്. അത് ജയിച്ചാൽ RCBക്ക് മുന്നോട്ട് പോകാം. ജയിച്ചാൽ PBKS ജയിക്കുകയാണെങ്കിൽ അവരുടെ പ്ലേ ഓഫ് സാധ്യത അവർക്ക് ജ്വലിപ്പിച്ച് നിർത്താം. അതല്ല, PBKS കാലിടറുന്നത് നോക്കി ചിലരങ്ങനെ നിൽപ്പുണ്ട്. DC വേഴ്സസ് RR പോരാട്ടമുണ്ട്. കളി രാത്രി 7:30 DCക്കും ഇമ്പോർട്ടൻ്റ്, RRനും ഇമ്പോർട്ടൻ്റ്. RRൻ്റെ തോൽവി നോക്കി കാത്ത് വേറെ ചിലരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളത് നോക്കുകയാണ്. ഇതിപ്പോൾ KKRനും CSKക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കളികൾ എന്നർത്ഥം. ഇപ്പോൾ നിലവിലെ അവസ്ഥ നോക്കുക. CSKയെ സംബന്ധിച്ചിടത്തോളം 12 പോയിൻ്റാണ്. അവർക്ക് ഇനി 2 കളികൾ, ഒന്ന് SRHനെതിരെയും ഒന്ന് GTക്കെതിരെയും. ആ 2 കളികൾ അവർ വിജയിക്കണം. അതല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവതാളത്തിലാവും. ഇനിയിപ്പോൾ ഒരു കളി ജയിച്ചാലും ഒരു പക്ഷേ ക്വാളിഫിക്കേഷന് സാധ്യതയുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 16 പോയിന്റോടെ അവർക്ക് എങ്ങനെ ക്വാളിഫൈ ചെയ്യാം? 16 പോയിന്റോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കളിയും ജയിക്കുകയാണെങ്കിൽ, SRHനെയും GTയെയും തോൽപ്പിക്കുകയാണെങ്കിൽ അത് സാധ്യമോ എന്നുള്ളൊരു ചോദ്യമാണ്. തോറ്റാൽ പിന്നെ വർത്താനല്ല, രണ്ടും തോറ്റാൽ വർത്താനല്ല. പക്ഷെ ഒരു കളി തോറ്റാലും ചെറിയ സാധ്യതയുണ്ട്. 2 കളിയും ജയിച്ചാൽ 16 പോയിന്റ് അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള അവസരം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ, RCB വേഴ്സസ് PBKS മത്സരം, ഇന്നത്തെ പോരാട്ടം, ഇന്നത്തെ മത്സരം RCB ജയിക്കണം. അതായത് PBKS ഇനി മുന്നോട്ട് പോവാതിരിക്കണം, അതാണ് ആവശ്യം. അതിന് ഇന്നത്തെ മത്സരം RCB ജയിക്കണം. രണ്ടാമത്തെ കാര്യം, PBKSും RRും അവരുടെ ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു കളി മാത്രം ജയിക്കണം. അതിന് ഒന്നിലധികം മത്സരങ്ങൾ അവർ ജയിച്ചാൽ പിന്നെ CSKയുടെ സാധ്യത പോകും. ഇതാണ് 16 പോയിന്റ് വെച്ച് CSKക്ക് മുന്നോട്ട് പോകാനുള്ള സെനാരിയോ. അതല്ല, 14 പോയിന്റ്, അടുത്ത 2 കളികളിൽ ഒന്ന് മാത്രം CSK വിജയിക്കുന്നുള്ളൂ നോക്കുക. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റും. അതിന് PBKSും RRും ഇനിയുള്ളവരുടെ മത്സരങ്ങളൊന്നും ജയിക്കരുത്. അതോടൊപ്പം തന്നെ KKR DCയെ പരാജയപ്പെടുത്തണം. പക്ഷേ അതിനുശേഷമുള്ള അവരുടെ 2 മത്സരങ്ങളിൽ, ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു, പിന്നെ ഒരു കളിയാണുള്ളത്. ആ കളി KKR തോൽക്കുകയും വേണം. അപ്പോൾ DCക്കെതിരെ KKR വിജയിക്കണം. അതിനുശേഷമുള്ള അവർക്ക് പിന്നെയുള്ള മത്സരങ്ങളിലൊന്നും അവർ തോൽക്കുകയും വേണം എന്നുള്ളതാണ് അവസ്ഥ. അതായത് അടുത്ത മത്സരം MIയോട് KKR പൊട്ടണം, പിന്നെ DCയെ KKR തോൽപ്പിക്കണം. ഇതൊക്കെ സ്വന്തം കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല CSKക്ക് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ സെനാരിയോ, ഇപ്പോൾ KKRന് ഈ 2 കളികൾ അവർ GTയെ തോൽപ്പിച്ചത് വലിയ ഉത്തേജനമായിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നാൽ അവർക്ക് 15 പോയിന്റോടെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇനിയുള്ള 2 മത്സരങ്ങൾ അവർ വിജയിക്കണം. ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ചാലാണ് അവർക്ക് 15 പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതാണ് ഒന്ന് വേണ്ടത്. പിന്നെ അതുകൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, 15 പോയിന്റോട് മാത്രം. പിന്നെ സംഭവിക്കേണ്ടത് PBKS, RR, CSK, SRH അവരെല്ലാവരും 15 പോയിന്റിന് താഴെ, അതിൽ ഒരു ടീമെങ്കിലും ഈ ഒരു 15 പോയിന്റിന് താഴെ ഫിനിഷ് ചെയ്യണം. അതായത് PBKS, RR, CSK, SRH അതിൽ ഒരു ടീമെങ്കിലും 15 പോയിന്റ് താഴെ ഫിനിഷ് ചെയ്യണം. പിന്നെ നെറ്റ് റൺ റേറ്റ്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കും. അത് ശരിയാക്കി എടുക്കുകയും വേണം. അതാണ് KKR മുന്നിലുള്ള 15 പോയിന്റ് ക്വാളിഫിക്കേഷൻ സെനാരിയോ. ഇനി 13 പോയിന്റ് ക്വാളിഫിക്കേഷൻ സെനാരിയോ ഉണ്ട്. അതിന് വേണ്ടത് KKR DC എന്തായാലും തോൽപ്പിക്കണം. പിന്നെ PBKS, RR, CSK അവരവരുടെ ബാക്കി മത്സരങ്ങളൊക്കെ പൊട്ടണം. പിന്നെ അപ്പോഴും നെറ്റ് റൺ റേറ്റ് ആണ്, PBKSുമായിട്ടുള്ള നെറ്റ് റൺ റേറ്റ് അനുസരിച്ചാണ് അപ്പോൾ കാര്യങ്ങൾ വരിക. ചുരുക്കത്തിൽ ടീമുകളൊക്കെ കണ്ണും നട്ടിരിപ്പാണ് ഇന്നത്തെ മത്സരങ്ങളുടെ റിസൾട്ടിനായിട്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.